എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. അഫോർഡബിൾ പ്രൈസിലാണ് വീടിന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ടാറിങ് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെയും കടന്നു പോകുന്നത്. ചുറ്റിലുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസമായ നല്ലൊരു ഏരിയ ആണ്. വീതിയുള്ള വഴിയാണ്. ഓൾറെഡി ഇവിടെ 5 6 വില്ലകൾ നമ്മൾ ഇതിനടുത്ത് തന്നെ വരുന്നുണ്ട്. എല്ലാം സെയിലായതാണ്. റോഡിന് വളരെ അടുത്താണ്. വെറും 200 മീറ്റർ മാത്രമുള്ളത് കൊണ്ട് തന്നെ വീടുകൾ വച്ചാൽ ഉടനെ തന്നെ സെയിലായി പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഒട്ടും ഡിലേ വെക്കരുത്. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. 3.8 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് ആണ് ബിൽട്ടപ്പ് ഏരിയ വരുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ട് 2 കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും വെറും 9 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 6.9 കിലോമീറ്റർ, ആലുവയിലേക്ക് നോക്കുവാണെങ്കിലും 9 കിലോമീറ്റർ തന്നെയാണ്. തൃപ്പൂണിത്തുറയിലേക്ക് 17, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടും മാത്രം ഉപയോഗിച്ചിട്ടും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ്. ബ്ലാക്ക് കളർ ലൈറ്റ് വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിലും സ്റ്റാൻഡേർഡ് ആയ ഡിസൈൻ ആണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന് യൂസ് ചെയ്തിരിക്കുന്ന പെയിന്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏഷ്യൻ പെയിന്റ് തന്നെയാണ്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ഭംഗിയായ എലിവേഷനുമാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നോക്കിയാൽ കാണാം യാതൊരു കൺജഷനും കൂടാതെ 2 കാറുകൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്തു. നമുക്കിനി ഒന്ന് ലെഫ്റ്റ് സൈഡിലൂടെ പോയി നോക്കാം. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലെല്ലാം നോക്കുവാണെങ്കിൽ അവിടെയും ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിണർ കാണാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിച്ചന്റെ സൈഡിലുള്ള ഡോറിന്റെ ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയും നമുക്ക് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. 2 ചെയറുകൾ ഇടാവുന്ന രീതിയിലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്നത്. 2 സൈഡിലും വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ഡോർ നോക്കുവാണെങ്കിൽ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് ഭംഗിയുള്ള ഡിസൈനിൽ 2 പാളികളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റിലേക്കാണ് ഫേസിങ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വീടിന്റെ ലിവിംഗ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷ് ആണ്. അതിപ്പോ നമ്മുടെ ബാത്റൂമിൽ നോക്കുവാണെങ്കിലും നോർമൽ എല്ലാ റൂമുകളിലും നോക്കുവാണെങ്കിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിന് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്കുകളൊന്നും കൊടുക്കാതെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്. 10.5 അടി നീളവും 9 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അവിടെ TV വെക്കാനായിട്ട് നമുക്ക് പവർ പ്ലഗിനുള്ള ആ ഒരു പോയിന്റും ഹോളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. വലിയൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് അവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു ഹോളിൽ നിങ്ങൾക്ക് TV വെക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ലിവിംഗിലും ഡൈനിങ്ങിലും ഇരിക്കുകയാണെങ്കിൽ ഒരുപോലെ TV കാണാനുള്ള ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വലിയൊരു ഏരിയ തന്നെ ആയതുകൊണ്ട് അതിന്റെ നീളവും വീതിയും ഞാൻ പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു വലിയ ഏരിയ തന്നെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ നീളവും വീതിയും ഒക്കെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. വൈറ്റ് കളറിലെ കെറോബിറ്റിന്റെ ആണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തെ റൂഫ് നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ വലിയ LED ബൾബുകളും അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ബാക്കിയുള്ള വിൻഡോസ് നമുക്ക് ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്, ആ ഭാഗത്തൊരു ചെറിയ വിൻഡോ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഭംഗിയായിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ GM-ലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലുള്ള ഡൈനിങ്ങിന്റെ സ്പേസ് നിങ്ങൾ കണ്ടു. അതുകൂടാതെ നമുക്ക് സ്റ്റെപ്പിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ താഴെയൊക്കെ ആയിട്ട് ഇവിടെയും നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് 2 ടേബിൾ ആയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഒരു ടേബിൾ പ്ലേസ് ചെയ്യാവുന്നതാണ്. സ്റ്റെയർ കേസിന്റെ താഴെയൊക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കബോർഡുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചെടുക്കാം. അവിടെയായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ബ്ലാക്ക് ആണ്, അതിന് താഴെയും പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വലിയൊരു കിച്ചൺ തന്നെയാണ് കിട്ടുന്നത്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം ഗ്രേ കളർ ടൈലാണ്. മുകളിലും താഴെയും 2 ലെയറിലായിട്ടാണ് നമുക്ക് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു ബീജ് ഷെയ്ഡിലും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ അത് റോസ് വുഡിന്റെ ഷെയ്ഡുമാണ് വരുന്നത്. ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ കളറുകളും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്, വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് കിച്ചൺ കഴിഞ്ഞാൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി ഒരു പോർഷൻ ഇതുപോലെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടാലും അതുകൂടി മാനേജ് ചെയ്യാം ഒരേ ടൈമിൽ. അങ്ങനെ ഒരു ക്വാളിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ്സ്, വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, എയർ ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഡോറൊക്കെ നോക്കുവാണെങ്കിൽ പെറോയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ എല്ലാ ഡോറുകളാണെന്നുണ്ടെങ്കിലും വിൻഡോസ് ആണെങ്കിലും ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട്. 11 അടി നീളവും 10.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ജസ്റ്റ് ഇതിന്റെ വർക്കുകൾ ഫിനിഷ് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പെയിന്റ് ബക്കറ്റ്സ് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. സ്ലൈഡിംഗ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ബേ വിൻഡോ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഒരു ബീജ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിറർ മാത്രമാണ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടൈലുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ആണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പൈപ്പ് ഫിറ്റിംഗ്സും അതെല്ലാം നോക്കുവാണെങ്കിൽ സുപ്രീമിലും കെറോവിറ്റിലും ഒക്കെയാണ്. ബാത്റൂം ടൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ AGL-ലും ആണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു ഹാളിന്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു പാസേജും പിന്നെ നമുക്ക് ഇവിടേക്ക് കുറച്ച് സ്പേസുമാണ് കിട്ടുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു സ്ലൈഡിംഗ് വിൻഡോ കിട്ടുന്നുണ്ട്. അവിടെയും നമുക്ക് ബേ വിൻഡോ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് LED ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഡോർ വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് കിച്ചണിന്റെ സൈഡിലായിട്ടൊരു പ്രൊവിഷൻ നിങ്ങൾ കണ്ടു. അതുകൂടാതെ നമുക്ക് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയിലും അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഏരിയ കണ്ടു. അതിനടുത്തായിട്ടാണ് ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 11-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വിൻഡോയുടെ അടുത്ത് നോക്കുവാണെങ്കിൽ ബേ വിൻഡോ ഫെസിലിറ്റിയും താഴെയൊക്കെ നമുക്ക് കബോർഡ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ബൾബുകൾ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഭംഗിയുള്ള ഗ്രേ കളർ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ എല്ലാ റൂമുകളെയും ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ കജാറിയയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു പാസേജിലൂടെ നടന്നു വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 11-11 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും ബേ വിൻഡോ ഫെസിലിറ്റിയും അതിന് താഴെ കബോർഡ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ ഇവിടെയാണ് സെയിം കളർ പാറ്റേണിലും മോഡലിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
റൂഫിൽ എല്ലാ റൂമുകളിലെയും പോലെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ ടൈലാണ്. ഈ ഒരു ബാത്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയുടെ ഡോറ്. അതിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്കൊരു വിൻഡോ കൂടെ അവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. രണ്ട് സൈഡിലേക്കും നല്ല നീളത്തിലും വീതിയും ഒക്കെ കൊടുത്ത് വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്കൊരു ഡബിൾ വോൾ ആയിട്ട് ചെയ്തിട്ട് അതിനിടയിലുള്ള സ്പേസിനകത്ത് നിങ്ങൾക്ക് ചെടികൾ നടാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഫിഷുകൾ ഇടാനോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ബാൽക്കണിയുടെ നേരെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് പരിചയപ്പെട്ടത് നല്ലൊരു വീടാണ്. ക്വാളിറ്റിയിലും സ്റ്റാൻഡേർഡ് ആയിട്ടുമുള്ള എല്ലാ ഐറ്റംസും ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും 200 മീറ്റർ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേര് നമ്മുടെ മാർബിൾ ഹൗസിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ബസ് റൂട്ട് അടുത്താണോ, ഷോപ്പുകൾ അടുത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയൊരു വീട് തന്നെയാണ് ഇന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ലാൻഡ് ഏരിയ നോക്കുവാണെങ്കിൽ 3.8 ആണ് വരുന്നത്. ബിൽഡപ്പ് ഏരിയ 1500 സ്ക്വയർ ഫീറ്റ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.8 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 2 കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി ഏരിയ സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ താഴെ കിച്ചണിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റിനും നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. കിണർ വെള്ളമുണ്ട്. ചുറ്റിനും നല്ല നൈബേഴ്സ് ഒക്കെ താമസിക്കുന്ന റോഡിന് വളരെ അടുത്താണെന്നുള്ളതാണ് ഈ ഒരു വീടിന്റെ പോസിറ്റീവ് സൈഡ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പ്രൈസ് ആണ്. 77 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 77 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിലും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ മാർബിൾ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. മെയിൻ റോഡിന് അടുത്ത് വരുന്ന വീടുകൾക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. നിങ്ങൾക്ക് തന്നെ അത് അറിയാവുന്നതാണ്. നമ്പറുകൾ സ്ക്രീനിലുണ്ട്. പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ, ലാൻഡുകളുടെ, ഫ്ലാറ്റുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.